പറമ്പ് നിറയെ താളുകളാണ്. ചെറിയ ചേമ്പിൻ്റെ താള്, വലിയ ചേമ്പിൻ്റെ താള്, വെളിത്താള്, ചുവപ്പ് തണ്ടുള്ള താള്, അങ്ങനെ താളുകൾ പലവിധം. ചെറിയ ചേമ്പിൻ്റെ താളുകൊണ്ടാവട്ടെ ഇന്നത്തെ രുചികരമായ ഒഴിച്ചുകറി. ചെറുതാണെന്ന് കരുതി ഇവനൊട്ടും നിസ്സാരക്കാരനല്ല കേട്ടോ. രുചിയുടെ കാര്യത്തിൽ ഇവൻ മുൻപന്തിയിൽ തന്നെയാണ്. ആദ്യം പരിപ്പ് വേവിക്കണം. പരിപ്പ് വേഗം വേവാൻ വേണ്ടിയാണ് കുക്കറിലിടുന്നത്. ചിലർ താളും പരിപ്പും കൂടി കുക്കറിലിടും. ഇവിടെ താളു വല്ലാണ്ട് വെന്തു പോകുന്നതിനോട് താല്പര്യമില്ല. എൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. മുറിച്ചു വെച്ച താളിന് തോല് ചീന്തി വട്ട കഷ്ണങ്ങളാക്കി മുറിക്കണം. ചിലർ നീളത്തിൽ മുറിക്കും. ഈ കറിക്ക് ഇതാണ് ഉത്തമം. മുറിച്ച താള് നന്നായി കഴുകി ചട്ടിയിലാക്കി അടുപ്പത്ത് വയ്ക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഒഴിക്കുക. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് വേവട്ടെ. സ്വല്പം പുളി പിഴിഞ്ഞൊഴിക്കണം. എന്തെങ്കിലും ചൊറിച്ചിലുണ്ടെങ്കിൽ പോവുകയും ചെയ്യും, രുചിയും കൂടും. രണ്ടുണ്ടേ കാര്യം. ഇനി അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടി അരച്ചത് വെന്ത താളിലേക്ക് ഒഴിക്കുക. നന്നായി ഇളക്കി കൊടുക്കാം. തിള വരുമ്പോൾ സ്വല്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു താളിപ്പാണ്. വെളിച്ചെണ്ണയിലേക്ക് കടുകും 2 മണി ഉലുവയും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂട്ടി ഒരു താളിക്കൽ. മത്സ്യമാംസാദികൾ കൂടുതൽ ഇഷ്ടമുള്ള നമ്മുടെ മക്കൾക്ക് ഇത്തരം ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. അവരുടെ ശരീരവും വയറും എല്ലാം ഒന്ന് ശുദ്ധിയാവട്ടെ. എപ്പോഴെങ്കിലുമല്ലേ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കൂ. നമ്മുടെ താളിപ്പ് കറിയിലേക്ക് ഒഴിക്കണം. രുചികരമായ താളുകറി ഇവിടെ തയ്യാറായി. ഇനി ഇതിൻ്റെ രുചി എന്തെന്ന് മക്കളോട് തന്നെ ചോദിക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ ചോറ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പൂസും അമ്മൂസും കുഞ്ഞൂസും ഇതിന് ചുറ്റും ഇരിക്കുന്നുണ്ട്. അവർ വല്ലപ്പോഴുമാണ് ഇങ്ങനത്തെ കറിയൊക്കെ ഒന്ന് കൂട്ടുന്നത്. നമുക്ക് ഈ കറിയെക്കുറിച്ച് നമ്മുടെ മക്കളോട് തന്നെ ചോദിക്കാം അല്ലേ. അപ്പോൾ ഗായ്സ് നമ്മളെ താളിക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് കിട്ടോ. നമുക്കിനി ഉണ്ണിയാക്കി മൂടി എടുത്താക്കാം. ചൂടുണ്ട് കേട്ടോ. കുഞ്ഞൂസ് വരെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടോ. ഞാൻ അനിയത്തിക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.